നിങ്ങളില്ലേ ഈ ചിക്കൻ പെരട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഉണ്ടാക്കണം കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ഇത് തീർന്നു പോകാനുള്ള സാധ്യത ഉണ്ട്. അത്രയ്ക്ക് ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പൊതുവേ എനിക്ക് ചിക്കൻ കറീനേക്കാൾ കൂടുതൽ ഇഷ്ടം ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ആദ്യം എണ്ണയിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ സാധാ ചിക്കൻ പെരട്ട് ഉണ്ടാക്കുന്ന പോലെയൊക്കെ തന്നെ നല്ല നാടൻ ടേസ്റ്റുള്ള ഒരു ചിക്കൻ പെരട്ടാണ്. എന്നിട്ട് അത് നമ്മൾ ആ ചിക്കനിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാലേ ഇത് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ അതിലേക്ക് വേണ്ട ഉള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇത്രയാണ് വേണ്ടത്: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയുള്ളി, സാദാ ഉള്ളി, പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത്. ഇത്രയും നമുക്ക് വേണം. ആദ്യം എണ്ണ ചൂടായിട്ട് ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൊരിഞ്ഞ് വരണം. പിന്നെ അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമുക്ക് അതിലേക്ക് ചെറിയുള്ളിയും സവാളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമ്മൾ ആ പെരക്കി വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത് അടി കരിഞ്ഞ് പോകുമെന്ന് പേടിച്ചിട്ടാണ് ചേർത്തത്. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ചിക്കൻ എന്നുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് അതിൽ വേണം ഇത് കുക്കാവാനായിട്ട്. കുക്ക് ചെയ്ത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് അതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാല ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ആക്കിയിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ്.